ഇതൊക്കെയാണ്. സ്വർണ്ണക്കടകൾ ഇത്രയും ഒരു തെരുവിൽ മുഴുവനുള്ളത് വേറെ ലോകത്തൊരിടത്ത് നമ്മൾ കാണില്ല. നമ്മുടെ കേരളത്തിലോ ഗൾഫിലെ ചില സ്ട്രീറ്റുകളിലൊക്കെ മാത്രമേ ഇങ്ങനെ കാണുകയുള്ളൂ. അതുപോലെ സ്വർണ്ണക്കടകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളികളുണ്ട്, പഴയ അതായത് നൂറ്റാണ്ടുകളുടെ പ്രായമുള്ള പള്ളികൾ, മൊണാസ്ട്രികളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കൊട്ടാരങ്ങൾ പോലത്തെ ബംഗ്ലാവുകളുണ്ട്. ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞ് ജനം ഒഴുകുകയാണ്. കാലുകുത്താനിടയില്ലാത്ത പോലെ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ ടൂറിസ്റ്റുകളുണ്ട്, സ്വദേശികളുണ്ട്. ജനം ഇങ്ങനെ ഈ ഉച്ചനേരത്ത് ഒഴുകുകയാണെന്ന് ഓർക്കണം. സാധാരണ രാത്രിയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പെഡസ്ട്രിയൻ സ്ട്രീറ്റുകളിലൂടെ ആളുകൾ ഒഴുകുക. ഉച്ചനേരത്തും ആളുകൾ ഒഴുകുകയാണ്. ഒരു ചെറിയ തണുപ്പുണ്ട്, വലിയ വെയിലായിട്ടില്ല. പുലർകാലത്തൊക്കെ 7 ഡിഗ്രി 8 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ആയപ്പോഴത്തേക്ക് ഒരു 20 ഡിഗ്രിയിലേക്കൊക്കെ ഉയർന്നെങ്കിലും സുഖകരമായൊരു കാലാവസ്ഥയാണ്. പോകുന്ന വഴിക്ക് ഈ സ്ട്രീറ്റിൻ്റെ 2 വശത്തും കലാകാരന്മാർ നിരവധി പേരിരിപ്പുണ്ട്. കലാകാരന്മാരെന്ന് പറഞ്ഞാൽ മ്യൂസിക് ബാൻഡുകൾ, ചിലയിടത്ത് മ്യൂസിക് ബാൻഡുകളാണ്. അവർ പലവിധ ഉപകരണങ്ങൾ വെച്ചിട്ട് ഗംഭീരമായ മ്യൂസിക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വേറെ ചിലയിടത്ത് മിക്കി മൗസിൻ്റെയും വാൾട്ട് ഡിസ്നിയുടെ കഥാപാത്രങ്ങളിലെയൊക്കെ രൂപത്തിൽ ചില ആളുകൾ നിൽക്കുന്നു. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണം. അങ്ങനെ പലതരം കലാരൂപങ്ങൾ. വേറൊരു കൂട്ടർ ഒരുതരം ഹാർമോണിയം പോലത്തെ ഒരു